सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्तजन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। അറിയോ, നമ്മള് കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് കണ്ടത് ഭഗവത്ഗീതയുടെ ഒരു സാരാണ്. രണ്ടാം അധ്യായമാണ് കണ്ടത്, സംഖ്യയോഗമാണ് കണ്ടത്. ഇതില് ഭഗവത്ഗീതയിൽ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. ഭഗവത്ഗീതയിൽ പറയേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതായിട്ട്. പക്ഷെ ചില കാര്യങ്ങള് ശ്രീ അർജുനന് കൃത്യമായിട്ട് മനസ്സിലാകാത്തത് കൊണ്ട് അദ്ദേഹം വീണ്ടും ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം നൽകും. അങ്ങനെയാണ് ഭഗവത്ഗീത വികസിച്ച് 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 വരിക. രണ്ടാം അധ്യായത്തിൽ പൂർണ്ണമാക്കിയത് കാര്യം എന്താണ്? ഏതൊരു അറിവ് കിട്ടിയാലാണോ വേറൊന്നും വേണ്ടാത്തത്, ആ അറിവ് കൃത്യമായിട്ട് പറഞ്ഞു. സംഖ്യം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയോ ആ അറിവിലേക്ക് പോകേണ്ടതായിട്ടുള്ള മാർഗവും യോഗവും പറഞ്ഞു കൊടുത്തു. കർമ്മയോഗവും പറഞ്ഞു. കർമ്മയോഗത്തിന്റെ പ്രത്യേകതയും പറഞ്ഞു. അർജുനൻ ഇപ്പൊ കർമ്മയോഗമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഇദ്ദേഹത്തിന് ഈ കർമ്മയോഗം എന്തിനാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയം ഉണ്ടായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ഒരു തലത്തിൽ പറയുന്നത് കണക്ക് ഇദ്ദേഹത്തിന് തോന്നി, ജ്ഞാനമാണ് തന്നെ ഉയർത്തുന്നത്, ജ്ഞാനമാണ് നമ്മളെ കൈവല്യത്തിലേക്ക് മോക്ഷത്തിലേക്കൊക്കെ നയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേസമയം അർജുനനോട് നീതി ചെയ്താൽ മതി എന്ന് പറയാം. അപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കും അർജുനന് മൊത്തത്തില് ഒരു കൺഫ്യൂഷനാവും. കാര്യം നമുക്ക് അങ്ങനെയാണ്, ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴിയുണ്ട്. ഒരു വഴിയുടെ മഹത്വത്തിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട് പറയും, എടാ നീ ഇപ്പുറത്തെ വഴി കൂടെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പുറത്തെ വഴി കൂടെ പോകാൻ പറ്റേ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് സാമാന്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ മൂന്നാം അധ്യായം തുടങ്ങുന്നത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നമുക്ക് ഈ സംശയം ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. കാര്യം എന്നാ, നമ്മൾ പലതവണ രണ്ടാം അധ്യായത്തിൽ കൂടെ കടന്നുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ രണ്ടാം അധ്യായം ചില ഭാഗങ്ങൾ കാണുന്ന സമയത്ത് എന്തിനാണ് കർമ്മയോഗം, എന്തിനാണ് ജ്ഞാനയോഗം, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഖ്യം എന്നെല്ലാം നമ്മൾ വിശദീകരിച്ച് കണ്ടത് കാരണം ഈ ഒരു സംശയം വരണമെന്നില്ല. അർജുനൻ അത് മിസ്സായി പോയി എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പം അർജുനൻ ഈ സ്റ്റേറ്റ്മെന്റുകളോടെയാണ് മൂന്നാം അധ്യായം തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. എന്താണ്? കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് അങ്ങയുടെ അഭിപ്രായം. ഒരു പോയിന്റ്. രണ്ട്, ഞാൻ പിന്നെ എന്തിനാണ് കർമ്മം ചെയ്യേണ്ടത്? കാര്യം കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനമാണെന്ന അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം വരും. പിന്നെയോ ഈ കർമ്മം ഘോര കർമ്മമാണ്.
എന്നെ കൊണ്ട് എന്തിനാണ് നിർബന്ധിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് ഇത്രയും ഘോരമായിട്ടുള്ള കർമ്മം ചെയ്യുന്നത്? ആരെങ്കിലും ഘോര കർമ്മം ചെയ്യാൻ താല്പര്യമുണ്ടോ? 3 അല്ലെങ്കിൽ 4 എന്നെ ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള 2 തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞ് എന്നെ കുഴപ്പിക്കാതിരിക്കുക. എനിക്ക് എന്തിനെയാണോ ശ്രേയസിനെ നൽകുന്നത് അതിനെന്തി പറഞ്ഞില്ല. ഈ 5 പോയിന്റ്സ് ആണ് 2 ശ്ലോകത്തിൽ കൂടെ അർജുനൻ മുന്നോട്ട് വെക്കുക. കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞാനെന്ന് കരുതുന്നു അങ്ങ്. പിന്നെ എന്നെ കൊണ്ട് എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? എന്നെ കൊണ്ട് എന്തിനാ കർമ്മം ചെയ്യിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്യേണ്ടത് എന്താണ്? ടെക്നിക്കലി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ മലമില്ലാതെയാക്കാനാണ് നമ്മൾ പലതവണ കണ്ടു. ഇവിടെ അർജുനെ കൊണ്ട് കർമ്മം ചെയ്യുന്നത് എന്താണ്? ചെയ്യിക്കുന്നത് എന്തിനാണ്? ഒന്ന്, അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉയരണമെന്നുണ്ട് എങ്കിൽ അർജുനന്റെ ഉള്ളിലെ മലമായിട്ടുള്ള സ്വാർത്ഥത, അർജുനന്റെ ഉള്ളിലെ പാപമായിട്ടുള്ള പാപം എന്ന് ഓർത്തോണേ. പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. പാപം എന്ന് പറഞ്ഞാല് ചിന്മയാനന്ദ സ്വാമിജി അതിനെ വ്യാഖ്യാനിക്കുന്ന നല്ല രസകരമായിട്ടാണ്. ഗുരുദേവൻ പറയും, എന്താണോ നമ്മളെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് ഉയരുന്നില്ല എങ്കിൽ അതാണ് പാപം. എന്താ പാപം? പാപത്തിന് പല മീനിങ്ങുകളുണ്ടല്ലോ. അപ്പൊ അതില് ചിന്മയാനന്ദ സ്വാമി പാപത്തിനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? നമ്മുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് നമ്മൾ ഉയരാത്തതാണ് പാപം. ഓക്കെ, അപ്പം ഈ പാപമാണ് നമ്മളെ പുറകിലേക്ക് വലിക്കുക. എനിക്ക് ഉയരാൻ പറ്റാതെ പുറകിലേക്ക് വലിക്കുന്നത് പാപമാണ്. അതല്ലെങ്കിൽ ഉയരാതെ നിൽക്കാൻ ഞാൻ തന്നെ എന്റെ കംഫോർട്ട് സോണിൽ ഒതുങ്ങുന്നത് പാപമാണ്. അപ്പം ഇവിടെ ഈ സ്വാർത്ഥതയാണ് പലപ്പോഴും നമ്മൾ ഉയരാതെ പിടിച്ചു നിൽക്കുന്നത്, നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത. അപ്പം സ്വാർത്ഥത തന്നെയാണ് പാപം. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കർമ്മയോഗം ചെയ്യുന്നത് സ്വാർത്ഥതയെ ഇല്ലാതെയാക്കാനാണ്. മാത്രമല്ല ഈ അധ്യായത്തിൽ പലയിടത്ത് പാപത്തിനെ ഇല്ലാതെയാക്കും, പാപത്തിനെ ഇല്ലാതെയാക്കും എന്ന് പറയും. എന്താ പാപം? നമ്മളെല്ലാവരും ഒരു ധാരണ ഉണ്ടല്ലോ, ഒരു പൂച്ചക്കിട്ട് ചവിട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വര പാപം കിട്ടി കേട്ടോ എന്ന് പറയും. അതെങ്ങനെ പാപമാകുക? അതെങ്ങനെ പാപമാകുക എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചോണേ. അതായത് എനിക്ക് എന്റെ പൊട്ടൻഷ്യൽ എന്താണ്? ആ പൂച്ചയെയും എന്നെ പോലെ തന്നെ സ്നേഹിക്കാനുള്ള അതിനെ ഉൾക്കൊള്ളാനുള്ള തലത്തിലേക്ക് എനിക്ക് ഉയരാൻ പറ്റും. ഇല്ലേ, നമ്മൾ പറഞ്ഞില്ലേ എന്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് എന്ന് ആ രീതിയിൽ എനിക്ക് കാണാൻ പറ്റുമെങ്കിലും അതിനെ മെനക്കെടാതെ അതിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അത് പാവം. മനസ്സിലായില്ലേ? എല്ലാത്തിനെയും എന്റെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് എല്ലാത്തിനും ഉള്ളത്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള തലത്തിലേക്ക് ഉയരേണ്ട നമ്മള് അത് കാണാതെ വ്യത്യാസം കണ്ടിട്ട് ആ പൂച്ചയെ ദ്രോഹിക്കുന്ന സമയത്ത് ആ ദ്രോഹം പാപമാകും. അതേ ഇതിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരാളെ വധിക്കേണ്ടി വരുമ്പോ അത് പാപമാകുകയില്ല. കാര്യം എന്നാ? ഹയർ കോസ് വേറെയാണ് എന്ന് വെച്ചത്, സ്വാർത്ഥത കൊണ്ടല്ല അയാള്. ഇത് ഓർത്തോണം. ഇങ്ങനെയാണ് പാപത്തിനെ നമ്മൾ ചില സ്ഥലങ്ങളിലെങ്കിലും വ്യാഖ്യാനിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഈ പാപം എന്നെ കൊണ്ട് എന്തിനു ചെയ്യിക്കുന്നു, ഈ ഘോര കർമ്മം എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു എന്നാണ് അർജുനന്റെ ചോദ്യം. സത്യം പറഞ്ഞാൽ അതെന്ന് അർജുനന്റെ കൺഫ്യൂഷനാണ്. കാര്യം അർജുനൻ ധർമ്മത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ യുദ്ധം ചെയ്യുകയും വേണ്ടി വന്ന ആളുകളെ വധിക്കേണ്ടി വരികയും ചെയ്യുക എന്നുള്ളതാണ് അർജുനന്റെ ധർമ്മം. അതാണ് അർജുനന് പുണ്യത്തിനെ നൽകുന്നത്. അതാണ് പുണ്യം. അർജുൻ ഇപ്പോ തെറ്റിദ്ധരിക്കുന്നത് പോലെ അല്ല എന്നോ. അർജുനന് ശ്രേയസിനെ നൽകുന്നത്, അർജുനന്റെ ഉള്ളിലെ മലത്തിനെ ഇല്ലാതെയാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം നൽകുന്നത് എന്താണ്? സത്യത്തില് അർജുനൻ കർമ്മയോഗം ചെയ്യുമ്പോഴാണ്. ഇവിടം വരെയാണ് നമ്മൾ കണ്ടുവച്ചത്. അർജുൻ ഈ കൺഫ്യൂഷൻ ഉണ്ട്. ഈ കൺഫ്യൂഷൻ ആണ് ഭഗവാൻ ഉത്തരം നൽകുക. ഭഗവാൻ അർജുനന്റെ ഈ കൺഫ്യൂഷനാണ് ഉത്തരം നൽകുക. എന്താ കൺഫ്യൂഷൻ? ഇത് ഘോര കർമ്മം അല്ല. കാര്യം എന്നാ? ഇത് നിന്റെ ഡ്യൂട്ടിയാണ്. ഇതൊരു സ്ഥലങ്ങളിൽ കാണും. 20ാമത്തെ ശ്ലോകമൊക്കെ വെച്ചിട്ട് വരുന്ന സമയത്ത് ഓർമ്മിച്ചാൽ മതി. ഞാൻ ആ സമയത്ത് ഒന്നുകൂടെ സൂചിപ്പിച്ചോളാം. 2
20ാമത്തെ ശ്ലോകമൊക്കെ വരുമ്പോ ഇത് ഘോരകർമ്മമല്ല, നിനക്ക് മുമ്പ് ചെയ്ത ആൾക്കാർ ഇത് കണക്കിന് ചെയ്തു പോയിട്ടുണ്ട് എന്നെല്ലാം ഭഗവാൻ സൂചിപ്പിച്ചു വിടും. സൂചിപ്പിച്ചു വിടുക. വേറൊന്ന്, എന്തുകൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യണം എന്നുള്ളത് ഒരു 16-17 ശ്ലോകങ്ങളിൽ മുക്തപുരുഷനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ നേരത്തെ ഒന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ. എന്താ എനിക്ക് ശ്രേയസിനെ നൽകുന്നത്? അത് കർമ്മയോഗമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അർജുനന് ശ്രേയസിനെ നൽകുന്നത് എന്താണ്? കർമ്മയോഗമാണ്. അതുകൊണ്ട് നീ കർമ്മയോഗം ചെയ്യൂ എന്നുള്ളതും പറഞ്ഞു. ഇതെപ്പോഴാണ് പറയുന്നത്? ഇത് 4ാമത്തെ, 5ാമത്തെ, 6ാമത്തെ ശ്ലോകത്തിലാവുന്നതിലേക്ക് പറയാം. അപ്പം ഇവിടെ ഭഗവാൻ ഓപ്പൺ ചെയ്യുന്ന എങ്ങനെ? ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് 2ാമത്തെ ശ്ലോകത്തിൽ പറയും, അർജുന എന്താണ്, ഈ ലോകത്തിൽ സാഖ്യന്മാരുടെ ജ്ഞാനയോഗം അനുസരിച്ചും യോഗികളുടെ കർമ്മയോഗം അനുസരിച്ചും 2 തരം നിഷ്ഠയുണ്ടെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ തുടങ്ങുന്നത്. എന്താ പറഞ്ഞേ? നീ ഇങ്ങനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി എന്താണ് 2 തരം നിഷ്ഠയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് എത്ര തവണ കണ്ടു എന്ന് നമുക്കറിയില്ല, ഇല്ലേ? സാഖ്യയോഗത്തിനെ പറ്റിയും കർമ്മയോഗത്തിനെ പറ്റിയും പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2ാമത്തെ അധ്യായത്തിലെ 39ാമത്തെ ശ്ലോകം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിലോ ഇത് എന്താ നമ്മള് സൃഷ്ടിയുടെ ആരംഭം മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ അത്? സാഖ്യന്മാരുടെ ജ്ഞാനയോഗം എന്താണ്? ഒരു വഴി. അതേപോലെ യോഗികളുടെ കർമ്മയോഗം എന്താണ്? 2ാമത്തെ വഴി. എന്താണ്? നമ്മൾ ഓർക്കുന്നുണ്ടോ? എന്താ ഓർക്കേണ്ടത്? ഇല്ലെങ്കിൽ പഴയ ക്ലാസ്സിൽ ഇപ്പൊ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കണ്ട, അതിനകത്തോട് ഒന്നുകൂടെ കേട്ടാൽ മതി. എന്താണ്? ശ്രവണ മനന നിധിധ്യാസനത്തിൽ കൂടെ ഞാൻ ആ പരമാത്മ ചൈതന്യം തന്നെയാണ്, ഞാൻ പൂർണ്ണസ്വരൂപിയാണ് എന്നറിയുന്നതാണ് എന്ത്? സാഖ്യന്മാരുടെ ജ്ഞാനയോഗം. എന്താണ്? ഗുരുവിൽ നിന്ന് കേൾക്കുക, നീ അതാണ് തത്വം അസി എന്ന് കേട്ട് അത് മനനം ചെയ്ത് നിധ്യാസനത്തിൽ കൂടെ ഞാൻ ആ പൂർണ്ണസ്വരൂപി തന്നെയാണ്, അമൃതസ്വരൂപി തന്നെയാണ്, ആനന്ദസ്വരൂപി തന്നെയാണ്, എനിക്ക് വേറെ ഒന്നിന്റെയും ആവശ്യമില്ലാതെ ആനന്ദത്തോടുകൂടി ഇരിക്കാമെന്ന അനുഭവത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ആര്? ആ മാർഗത്തിൽ കൂടെ വരുന്ന ആൾക്കാരാണ് ജ്ഞാനയോഗി. അവസാനം നമ്മൾ അതിലേക്കാണ് എത്തേണ്ടത്. എന്താ? വേറൊന്നിന്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടുകൂടി ഇരിക്കുക, വേറെ ഒന്നും ചെയ്യാതെ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്തെങ്കിലും പറയുന്നത് കണ്ടോണേ. പിന്നെയോ കർമ്മയോഗികൾ എന്താണ്? കർമ്മയോഗികളെ പറ്റി പറയുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി നമ്മുടെ ധർമ്മം എന്താണോ ആ ധർമ്മത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് ആര്? കർമ്മയോഗികൾ. അപ്പൊ ഇങ്ങനെയുള്ള 2 നിഷ്ഠയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പിന്നെ നമ്മളിത് എത്ര തവണ നമ്മൾ കേട്ടായിരുന്നു? കുറേ തവണ. അർജുന, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്നിട്ടോ നിനക്കൊരു തെറ്റിദ്ധാരണ ഇത് വന്നപ്പോ, ഇത് കേട്ടപ്പോ ചിലപ്പോ വന്നു കാണും. എന്താണ്? ഈ ജ്ഞാനയോഗികളെ പറ്റി മനസ്സിലാക്കിയ സമയത്ത് ചിലപ്പോ നീ വിചാരിച്ചിരിക്കുക എന്താണ്? നൈഷ്കർമ്മ്യം എന്ന് കേട്ടാൽ, നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന്റെ നമ്മൾ മോക്ഷത്തിനെ ഏതൊക്കെ രീതിയിൽ വിളിക്കും? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്യന്തിക ദുഃഖ നിവൃത്തി, പരമാനന്ദ പ്രാപ്തി, നിത്യതൃപ്തി എന്ന് ഏതോ ഒരു പ്രാവശ്യം നമ്മള് ഒരു ഡെഫിനിഷൻ കണക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ? എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ് എല്ലാ ആനന്ദവും ഉണ്ടായി തൃപ്തിയോടുകൂടിയിരിക്കുന്ന അവസ്ഥയെ, മോക്ഷത്തിനെ പല രീതിയിൽ ആചാര്യന്മാർ വിളിക്കും. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് രീതിയിലാണ് വിളിച്ചത്? നിർവാണം എന്ന് വിളിച്ചു, ഇല്ലേ? നിർവാണം മോക്ഷം തന്നെയാണ്. മുക്തി എന്ന് വിളിച്ചു. അതേപോലെ എന്താണ്? ചിലടത്ത് അഭയം എന്ന് പറയും. അഭയം, പേടിയില്ലാത്ത അവസ്ഥ. കാര്യം സമാധാനത്തിൽ ഇരിക്കുമ്പോ പേടി വരത്തില്ല. ഓക്കെ. അതല്ലെങ്കിലോ ലിബറേഷൻ ഇംഗ്ലീഷിൽ പറയും, റിയലൈസേഷൻ എന്ന് പറയും, സാക്ഷാത്കാരം നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുന്നത് പോലെ ഇങ്ങനെ പല 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 വാക്കുകളില് ഈ മോക്ഷാവസ്ഥയെ നമ്മൾ സൂചിപ്പിക്കുമെങ്കിൽ ഇവിടെ അർജുനൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അർജുനൻ ഹിന്ദി ചെയ്യുന്ന എന്താണ്? നൈഷ്കർമ്മ്യം എന്നാണ്. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ്, നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ ഒരു പണി എടുക്കാതിരിക്കുക എന്നാണ്. കർമ്മത്തിനെയൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് നൈഷ്കർമ്മ്യം.
അത് കൊള്ളാലോ പരിപാടി. കാര്യം എന്നാ, മോക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പണി എടുക്കാതിരിക്കുക. ഞാൻ എത്ര തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയില്ല. എന്താണ് മോക്ഷം? വേറെ ഒന്നിന്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടെ വെറുതെ ഇരിക്കാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടായിരിക്കും? കുറേ തവണ പറഞ്ഞു. ഇത് കേൾക്കുന്ന ഒരാള് ചിലപ്പോ തെറ്റിദ്ധരിക്കും. എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ? ഒരു പണി എടുക്കാതെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്നാ, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നിന്റെയും ആവശ്യമില്ലാതെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. ഉടനെ നമ്മൾ വിചാരിക്കും, ശരിയാ, എനിക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറ്റും, വേറെ ഒന്നും ചെയ്യേണ്ട, വെറുതെ എന്തിനാ ജോലിക്ക് പോകുന്നത്, വെറുതെ എന്തിനാ മക്കളെയൊക്കെ വളർത്തിയെടുത്തോണ്ടിരിക്കുന്നത്, അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ വെറുതെ ഇരുന്നോളാം. അങ്ങനൊരു ധാരണ വേണം. അർജുനനും ഇങ്ങനൊരു ധാരണ വന്നു. അതുകൊണ്ടാണ് അർജുനൻ എന്താണ് ഈ യുദ്ധം ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയി ഹിമാലയത്തിൽ വന്ന് പോയി സമാധാനത്തിൽ ഇരുന്നോളാം എന്ന് വിചാരിക്കാൻ കാരണം. ഇത് മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായിട്ട് ഭഗവാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുക. നൈഷ്കർമ്മ്യം എങ്ങനെ ഉണ്ടാവില്ല? കർമ്മമൊന്നും ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യത്തിലേക്ക് എത്തില്ല എന്ന് ഭഗവാൻ പറയും. എന്താ അർജുന, നീ പുതുതായിട്ട് കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ഈ കർമ്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അതെങ്ങനെ ശരിയാവുന്നത്? ഞാൻ കർമ്മമൊന്നും ചെയ്തില്ല എങ്കിൽ കർമ്മമില്ലാത്ത അവസ്ഥയിലേക്കല്ലേ എത്തേണ്ടത്? അതേപോലെ പറയാണ്, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ ത്യജിച്ചു എന്നതുകൊണ്ട് സിദ്ധിയെയും, സിദ്ധി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മോക്ഷത്തിന്റെ വേറൊരു പേരായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സിദ്ധിയെ പ്രാപിക്കുന്നില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? സിദ്ധിയെയും പ്രാപിക്കുന്നില്ല. അർജുനൻ ധരിച്ചുകൊണ്ടിരുന്ന എന്താണ്? ഞാൻ യുദ്ധം ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കാം, അതാണ് മോക്ഷം എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മോനെ അങ്ങനെ നടക്കില്ല. അപ്പൊ എന്താണ് ഈ നൈഷ്കർമ്മ്യം എന്താണ് എന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താ നൈഷ്കർമ്മ്യം? കർമ്മമില്ലാത്ത അവസ്ഥ എന്താണ്? അപ്പൊ കർമ്മമില്ലാത്ത അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കർമ്മം എവിടുന്ന് വരുന്നു എന്ന് ചോദിക്കും. എവിടുന്നാ കർമ്മം വരിക? പറയാ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവിദ്യ, കാമ, കർമ്മം. ഈ മൂന്ന് കാര്യങ്ങള് ഒരു വിഷയ സർക്കിളാണ്. എന്താണ് അവിദ്യ, കാമ, കർമ്മം? അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ അറിവില്ലായ്മ എന്ന് പറയും. അറിവില്ലായ്മ, അജ്ഞാനം. ഈ അജ്ഞാനം നമ്മുടെ ഉള്ളിൽ ആഗ്രഹത്തിനെ കൊണ്ടുവരും. നമ്മൾ നേരത്തെ എവിടെയോ കണ്ടിട്ടുണ്ട്, എവിടാന്ന് ഞാൻ ഓർക്കുന്നില്ല. എങ്ങനെ? അതായത് ഈ അജ്ഞാനമാണ് എൻ്റെ ഉള്ളിൽ അറിവില്ല ആഗ്രഹത്തിനെ കൊണ്ടുവരുന്നത്. എവിടുന്നാണ് നമുക്ക് ആഗ്രഹം വരുന്നത്? ഉടനെ എല്ലാവരും പറയും മനസ്സിൽ നിന്നാണ് പറയുന്നത്. മനസ്സിൽ നിന്നാണ് ആഗ്രഹം വരുന്നതെങ്കിലും പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കൊരു കാര്യം വേണം എന്ന് ചിന്ത വരിക? അതുണ്ടെങ്കിലേ എനിക്ക് സന്തോഷത്തോട് ഇരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കത് വേണം എന്നുള്ള ചിന്ത വരിക. ആണോ അല്ലേ? അങ്ങനെ എനിക്ക് ഒരു കാര്യം വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അതില്ലേ എനിക്ക് സമാധാനത്തിൽ ഇരിക്കാം എന്നുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ആ ഒരു ബോധ്യം ഉണ്ട് എങ്കിൽ എനിക്ക് ആ കാര്യം വേണമെന്നുണ്ടോ? ഇല്ലേ? മനസ്സിലല്ലേ? എന്താ ഒരു കാര്യം കണ്ടു, എന്തെങ്കിലും ഒരു കാര്യം, അതെനിക്ക് ഉണ്ടെങ്കിലേ എനിക്ക് തൃപ്തി ഉണ്ടാകൂ, സന്തോഷം ഉണ്ടാകൂ എന്നുള്ളത് വരുമ്പോഴാണ് എനിക്കത് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുക. ഇവിടെ അവിദ്യ വർക്കൗട്ട് ചെയ്യുന്നത്, ഇവിടെ ഈ അവിദ്യ വരുന്നത്, ഇവിടെ ഈ അജ്ഞാനം വരുന്നത്. കാര്യം യഥാർത്ഥത്തിൽ പൂർണ്ണസ്വരൂപികളായ നമ്മള്, യഥാർത്ഥത്തിൽ പൂർണ്ണന്മാരായിട്ടുള്ള നമ്മള് എന്തെങ്കിലും ഒന്നിനെ കാണുന്ന സമയത്ത് അതും കൂടെ ഉണ്ടെങ്കിലേ ഞാൻ പൂർണ്ണനാകൂ എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ അവിദ്യ. അല്ലെങ്കിൽ ഈ ഒരു തെറ്റിദ്ധാരണ, അറിവില്ലായ്മ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ആഗ്രഹം വരുന്നത്. ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മൂമ്മയുടെ കഥയൊക്കെ പറഞ്ഞായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് എൻ്റെ അമ്മൂമ്മ വളരെ പ്രായം ചെന്ന അമ്മ, അവർ രാത്രിയിൽ എഴുന്നേറ്റ് വരുന്ന, ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടന്ന് അമ്മ കിടത്തി ഉറക്കുന്ന അമ്മൂമ്മ കുറെ നേരം കഴിയുമ്പോൾ ഒരു 11 മണി 11:30 എല്ലാം എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കും, ഞാൻ എന്തെങ്കിലും കഴിച്ചായിരുന്നു. നേരത്തെ കൃത്യമായിട്ട് ആഹാരം ഒരു 8 മണിക്കെല്ലാം കഴിച്ചിട്ട് കിടത്തി ഉറക്കിയതാ.
പക്ഷെ ആ കഴിച്ച കാര്യം മറന്നുപോയി. കഴിച്ച കാര്യം മറന്നു പോകുന്ന സമയത്ത് എന്ത് പറ്റി? സ്വാഭാവികമായിട്ടും എനിക്ക് ഇനി കുറച്ചും കൂടെ ഒക്കെ ആഹാരം വേണമല്ലോ, ഞാൻ കഴിച്ചോ എന്നുള്ള സംശയം വരുന്ന സമയത്ത് എന്താണ്? സംശയം വരുന്ന സമയത്ത് ആഹാരം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. നേരെ കുറച്ച് ആ അറിവില്ലായ്മ ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു ആഗ്രഹം വരില്ല. ഞാൻ കഴിച്ചു, എനിക്കിനി വേണ്ട എന്ന് പറയും. അല്ല, ഞാൻ കഴിച്ചോ എന്നുള്ളൊരു സംശയം വരുന്ന സമയത്ത് എനിക്ക് ആഹാരം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. ഈ ആഗ്രഹമാണ് കട്ടിലേക്ക് കിടന്ന സമാധാനത്തിൽ ഉറങ്ങിയിരുന്ന അമ്മ എഴുന്നേറ്റ് നടന്നു വരുന്നതായിട്ടുള്ള, വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നതായിട്ടുള്ള കർമ്മം ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടെ നിൽക്കുന്നതെന്ന് നോക്കുക. നമുക്ക് ഈ അവിദ്യ ഉള്ളത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും, പൂർണ്ണത ഇല്ലാതിരിക്കും. ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർണത ഫീൽ ചെയ്യും. അതിനാണ് ഈ ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്ന് പറയാം. നമ്മൾ ആരെങ്കിലും പൂർണ്ണനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫീൽ ചെയ്യാത്തതിന്റെ കാര്യം നമ്മുടെ ഉള്ളിൽ അജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. ആ ജ്ഞാനം വരുമ്പോ ഞാൻ നിറയുന്നാണ്, ഞാൻ നിറവാകുന്നാണ്, ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നതാണ്. ഇവിടെ അതില്ലാത്തത് കൊണ്ട്, എന്തില്ലാത്തത് കൊണ്ട്? ആ ജ്ഞാനമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്, ആ നിറവില്ലാത്തത് കൊണ്ട് എനിക്ക് അവിദ്യയിൽ നിന്ന് ആഗ്രഹങ്ങള്, കാമം ഉണ്ടാകും. ഈ കാമം ഉണ്ടാകുമ്പോൾ കർമ്മം ഉണ്ടാകും, സ്വാഭാവികം. ഇവിടെ നൈഷ്കർമ്മ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അവിടെ കാമമില്ല, അതേപോലെ എന്താണ് അവിടെ അതേപോലെ അവിദ്യയില്ല എന്നുള്ളതാണ്. ഇവിടെ കർമ്മമില്ല എന്നാണ് പറയുക. നൈഷ്കർമ്മ്യം എന്നതുകൊണ്ട് കർമ്മമില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ശാസ്ത്രത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ഇയാള് വെറുതെ ഇങ്ങനെ കർമ്മം ചെയ്യാതിരിക്കലല്ല, പിന്നെയോ അയാളുടെ ഉള്ളില് കാമമില്ല. എന്തുകൊണ്ട് കാമമില്ല? അവിദ്യ ഇല്ലാതാണ്. അതുകൊണ്ട് തന്നെ അവിദ്യയും ഇല്ല. അപ്പൊ നൈഷ്കർമ്മ്യം എന്ന് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മോക്ഷാണ്, വിദ്യയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നൈഷ്കർമ്മ്യം കിട്ടുമോ? ഇല്ല. അർജുന, ഭഗവാൻ പറയും, നീ ചെയ്തുകൊണ്ടിരുന്ന പണി ഉപേക്ഷിച്ചാൽ അതിനെ നൈഷ്കർമ്മ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. ചെയ്തുകൊണ്ടിരുന്ന പിന്നെയോ പുതിയ പണികള് ചെയ്യാതിരുന്നാൽ, അല്ലെ ഏതെങ്കിലും പുതിയ കർമ്മമൊന്നും ചെയ്യാൻ തുടങ്ങുന്നില്ല എന്നുള്ളത് കൊണ്ട് നൈഷ്കർമ്മ്യം പ്രാപിക്കുന്നുമില്ല. അതേപോലെ കർമ്മങ്ങളെ ത്യജിച്ചു എന്നതുകൊണ്ട് എന്താണ്? സിദ്ധിയെ, ഈ മോക്ഷത്തിനെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ കർമ്മം ചെയ്യണം. അതെങ്ങനെ ശരിയാണ്? നിന്റെ അവസ്ഥ അതാണ്. അർജുനന്റെയും നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണ്? പറയും, ഹി അക്ഷിക്ഷണമതി ജാതകൃത്യഷ്ട എന്ന് പറഞ്ഞ അടുത്ത ശ്ലോകം വരും. എന്താണ്? ആരും ഒരിക്കലും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. എന്തെന്നാൽ പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളാൽ, സത്വരജസ്തമോ ഗുണങ്ങളാൽ അസ്വതന്ത്രരായിട്ട് നമ്മളെല്ലാ നേരവും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ്. അതായത് നമ്മൾ ഒരു നിമിഷം പോലും ജീവനോടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾക്ക് കർമ്മം ചെയ്യേണ്ടി വന്നുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ മനസ്സുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ശരീരം കൊണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ഒരു ധാരണ കർമ്മം ചെയ്യുന്നത് എന്താണ്? ശരീരം കൊണ്ട് മാത്രമാണ് എന്നാണ്. അല്ല, ഇത് നമുക്ക് 3 ഉപകരണങ്ങളാണുള്ളത്. കായ, വാങ്, മനസ്സ് എന്ന് പറയുന്ന 3 ഉപകരണം. കായം എന്ന് പറഞ്ഞാൽ ശരീരം, വാക്ക് എന്ന് പറഞ്ഞ വാക്ക്, മനസ്സ്. ഈ 3 ഉപകരണങ്ങൾ കൊണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആ സമയത്ത് നമ്മൾ ശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരം കർമ്മം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കഴിച്ച കാര്യങ്ങളൊക്കെ ദഹിക്കുന്നതൊക്കെ എപ്പോഴാ? അപ്പൊ ഒരു പ്രാവശ്യം ദഹിച്ചിരുന്ന് നോക്കിയേ പിറ്റേ ദിവസം രാവിലത്തെ കാര്യം ബുദ്ധിമുട്ടാവും. ആലോചിച്ചു, ഇന്നലെ രാത്രി കർമ്മം കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരിക്കും, പക്ഷെ എന്റെ ശരീരം ഇന്നലെ കൃത്യമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടാണ് ഇന്ന് സമാധാനത്തിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നത്, ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റുന്നത്. ഇല്ലെങ്കിലോ? ആലോചിച്ചു.
അപ്പം ഓരോ നിമിഷവും എന്താണ് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. കാര്യം എന്താണ്? നമ്മളെല്ലാവരും അസ്വതന്ത്രരായിട്ട് സത്വരജസ്തമോ ഗുണങ്ങളാൽ ചുറ്റപ്പെട്ട് അസ്വതന്ത്രരായിട്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പം നമ്മള് സാധാരണ പറയും എന്താണ്, ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ഒരു നല്ലൊരു ഉദാഹരണം അല്ലെങ്കിൽ കൂടെ നമ്മള് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്താ? പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം എന്നാണ്. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം. അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ പോളിസിയിലെല്ലാം എന്താ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണം എന്നല്ല വേറൊരു റീഡിങ് ഇതിനുണ്ടെങ്കിൽ കൂടെയും എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ചെയ്യണം എന്നാണ്. അതാണ് ഇതിന്റെ അതിൽ പറഞ്ഞു വെക്കുന്നത്. എന്താ? പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ, അല്ലെങ്കിൽ പാമ്പിനെ മാത്രമേ കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മളതിന്റെ വായം തരുന്ന പിടിക്കാൻ വളരെ നടുത്തുണ്ട് തന്നെ തിന്നണം. മനസ്സിലായത്? അതാണ്. അതായത് എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിന്റെ ഏറ്റവും മികച്ചത് ചെയ്യാൻ ശ്രമിക്കണം. ഇവിടെ എനിക്ക് കർമ്മം ചെയ്യാതിരിക്കാനുള്ള മാർഗമൊന്നുമില്ല. കാര്യം എന്നാ? ഓരോ നിമിഷവും ഓരോ ക്ഷണവും ഞാൻ അസ്വതന്ത്രനായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കർമ്മം ചെയ്യണം? ഞാൻ ഏറ്റവും മികച്ച കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തിനെ ചെയ്യാൻ ശ്രമിക്കണം. കാര്യം എനിക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ബൗൺസർ വന്നു. എനിക്ക് റൺസ് വേണ്ട ഒരാളാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ ബൗൺസിനൊക്കെ ഡെറ്റ് ചെയ്യണോ അതോ അതിനെ മേളിലോട്ട് അപ്പർ കട്ട് ചെയ്ത് വിടണോ എന്നുള്ളതാണ്. ഏതാ മികച്ചത്? കൂടുതൽ റണ്ണ് കിട്ടുന്ന അപ്പർ കട്ടായിരിക്കും നല്ലത്. എനിക്ക് ആ ബൗൺസറിനെ നേരിടാതെ വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യം എന്നാ? ഒരു 4 റണ്ണ് കിട്ടുന്ന ഒരു അപ്പർ കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അത് 4-നുള്ള സാധ്യതയുണ്ട്. തേർഡ് മാനിൽ ആളില്ല എങ്കിൽ. ഓക്കെ, ആലോചിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഞാൻ എന്നെ ഒഴിഞ്ഞു പോകണോ അതോ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ എന്നിട്ട് ആ ബോൾ എന്റെ തലയ്ക്ക് ഏറ് മേടിക്കണോ? ഏതാണ് നമ്മൾ ആലോചിക്കണം. ഇവിടെ നമുക്ക് എല്ലാവർക്കും എന്താണ് കർമ്മം ചെയ്യാതിരിക്കാൻ ഒരു ക്ഷണനേരം പോലും സാധ്യം. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കർമ്മത്തിനെ നമ്മുടെ ഉയർച്ചയ്ക്കായിട്ട് ക്ഷണിക്കണം. പക്ഷെ ചിലര് എന്ത് ചെയ്യുന്നറിയാവോ? ചിലര് അവിടെ ഇവിടെയൊക്കെ കേട്ട കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് കള്ളത്തരം കാണിക്കും. അതാണ് ഭഗവാൻ അർജുനെ വാൺ ചെയ്യുക. എന്താണ്? നീ എന്ത് ചെയ്യരുത്? അതായത് ഈ നൈഷ്കർമ്മ്യം എന്ന് കരുതിയിട്ടേ പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ ചില പുറമോടികളെല്ലാം കാണിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, നീ അങ്ങനെ ചെയ്യരുത് എന്നാണ്. നമുക്ക് പലപ്പോഴും പറ്റുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തെറ്റും ഇത് തന്നെയാണ്. എന്താണത്? പറയും, കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാര സൗച്യം. എന്താണ്? അതായത് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള വിവേകം കെട്ട ആളെ മിഥ്യാചാരൻ, ഹിപ്പോക്രട്ട് എന്ന് വിളിക്കുന്നു. അർജുന, നീ ഇത് ചെയ്യാൻ പാടില്ല. എന്താ? അതായത് കർമ്മം ചെയ്യാതിരിക്കാൻ നിനക്ക് ഓപ്ഷൻ ഒന്നുമില്ല. കാര്യം എന്നാ? നമ്മള് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് സത്വരജസ്തമോ ഗുണങ്ങളുടെ അതിൽ അസ്വതന്ത്രനായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് നമ്മൾ കണ്ടത് നേരത്തെ. അപ്പോ ചില ആളുകൾ എന്ത് ചെയ്യും? അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് നൈഷ്കർമ്മ്യം, കർമ്മം ചെയ്യാത്ത അവസ്ഥ, മോക്ഷാവസ്ഥ, അതിന് ഇന്ന സാധനങ്ങളൊക്കെ ചെയ്താൽ നന്നായി എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? അത് സാധനയിലെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ത്? നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചടക്കുക, അതിനെ മാസ്റ്റർ ചെയ്യാന്നാണ് നമ്മൾ പറയുക.
പക്ഷെ എന്താണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും, ഇദ്ദേഹം എവിടെങ്കിലും പോയിരിക്കും, ഇരുന്നിട്ട് മനസ്സുകൊണ്ട് ഈ ലോകത്തിൽ കൂടെ ഇടപെടും. അർജുന, നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നീ ആരാണ്, നീ മിഥ്യാചാരനാണ്. അർജുൻ ഇപ്പൊ അതാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയാം. എന്താ 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 നമ്മൾ കണ്ടല്ലോ, ഇത്രയും വലിയ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കുങ്കുറിയൊക്കെ തൊട്ട് താടിയൊക്കെ വളർത്തി പുറത്തുനിന്ന് കാണുമ്പോഴോ ഗംഭീര സന്യാസിയാണെന്നാ, വലിയ ഭയങ്കര സാധകനാണ്. പക്ഷെ എന്താണ്, ഈ പറഞ്ഞ പോലെ മനസ്സ് ഈ കാണുന്ന ലോകത്തിൽ കൂടെ എല്ലാം ഓടി നടക്കുകയാണ്. കാര്യമുണ്ടോ? കാര്യമില്ല. ഒരു രസകരമായുള്ള തമാശ നടക്കുന്ന ഒരു കഥ കേൾക്കില്ലേ? അതായത് കുടുംബത്തില് വളരെ പ്രായം ചെന്ന ഒരു അമ്മയുണ്ട്. ഈ അമ്മ എന്ന് പറഞ്ഞാൽ വളരെ സ്പിരിച്വൽ ആണ് എന്നാണ് എല്ലാവരും പറയുക. ആ അമ്മ അങ്ങനെയാണ് കരുതുക. ഈ അമ്മ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുക. വളരെ സ്പിരിച്വൽ ആണ്, ഭയങ്കര റിലീജിയസ് ആയിക്കൊണ്ട് എല്ലാ പൂജകളും എല്ലാ വ്രതങ്ങളും എടുത്ത് ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു അമ്മ. ഓക്കെ, ചില ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ. ഈ കുടുംബം എല്ലാം, ഇവര് ഫാമിലി എല്ലാ വർഷവും ഒരു ട്രിപ്പിന് പോകാറുണ്ട് സാധാരണ. ഈ അമ്മയെ വിളിക്കും. ഈ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടി, എല്ലാരും നിർബന്ധിച്ച് കൊച്ചു കുട്ടികളൊക്കെ വാങ്ങുവാന്നെല്ലാം പറഞ്ഞാൽ മാത്രമേ ഈ അമ്മ ഈ ട്രിപ്പിന് വരുള്ളൂ എന്ന്. മനസ്സിലായില്ലേ? പക്ഷെ ഒരു പ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പിന് ഇവര് വിളിക്കാൻ മറന്നു വരില്ല. കുടുംബം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ല കേട്ടോ, മൊത്തത്തിലുള്ള കുടുംബം. ഓക്കെ, അപ്പൊ ഒരു 10, 25, 30 പേര് ചേർന്നിട്ടായിരിക്കും. പക്ഷെ ഈ പ്രാവശ്യം ഈ അമ്മൂമ്മ വിളിക്കാൻ വിട്ടുപോയി. എന്നിട്ട് ഇതിന്റെ തലേ ദിവസമാണ് എന്താ ഈ പറഞ്ഞ വണ്ടിയിൽ ഒരു സീറ്റ് എങ്ങനെ ഒഴിഞ്ഞപ്പോഴാണ് ആരോ പറഞ്ഞത്, അയ്യോ നമ്മൾ ഈ പ്രാവശ്യം അമ്മൂമ്മയെ വിളിച്ചില്ലല്ലോ, നമുക്ക് അമ്മൂമ്മയെ വിളിക്കാലോ എന്ന് പറഞ്ഞു. അമ്മൂമ്മയുടെ ചെന്ന് പറഞ്ഞ, അമ്മൂമ്മ ഞങ്ങളിങ്ങനെ ട്രിപ്പിന് പോകുന്നുണ്ട്, ടൂറിന് പോകുന്നുണ്ട്, അമ്മയും കൂടെ വരണം എന്ന് പറയും. അപ്പൊ അമ്മ പറയും, ഇനി ഞാൻ വന്നിട്ട് കാര്യമില്ല, കാര്യം ഓൾറെഡി നിങ്ങൾ പോകുന്ന വഴിക്ക് വണ്ടി ഇടിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി. മനസ്സിലായല്ലേ? അപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോ എന്താ ഭയങ്കര സ്പിരിച്വലാണ്, വളരെ കൃത്യമായിട്ട് സാധനയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ മനസ്സിൽ ഇങ്ങനെയാണ്. പൂച്ച സന്യാസി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മള് പണ്ടൊരു കഥയൊക്കെ പഠിച്ചിട്ടില്ലേ? അതേപോലെയാണ്. അർജുന എന്താണ്, കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട്, ഇത് പുറത്തു നോക്കുമ്പോ എന്താ അങ്ങനെ ഇരുന്ന് കണ്ണൊക്കെ അടച്ച് നിവർന്നിരുന്ന് ചിലപ്പോ സന്യാസിയെ കണക്ക് ധ്യാനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ മനസ്സുകൊണ്ട് ഈ ലോകത്തില് എന്താണ് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സുകൊണ്ട് ഈ ലോകത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ നിമിഷവും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത്. അങ്ങനെയുള്ള ആളെ എന്താണ്, അങ്ങനെയുള്ള വിവേകം കെട്ട ആളെ, അതായത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിമയായ ആളെ, അങ്ങനെയുള്ള ആളെ മിഥ്യാചാരം എന്നാണ് വിളിക്കുന്നത്. ശബരിമലയ്ക്ക് വ്രതം എടുക്കും. എന്നിട്ട് ഈ പറഞ്ഞാണെങ്കിൽ ഞാനൊന്നും കഴിക്കുന്നില്ല, എന്താ ഇറച്ചി മീനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ഫുഡി ചാനലിലൊക്കെ അതിങ്ങനെ ഇടക്കിടക്ക് വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഇറക്കും. ഞാൻ കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ് കാണുന്നത്. ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ടല്ലേ, കഴിക്കുന്നുണ്ടോ? അതില്ല. പക്ഷെ മനസ്സിൽ ശബരിമലയില് ഡിസംബർ 20-ാം തീയതി പോയിട്ട് 21-ാം തീയതി വരുന്ന വഴിക്ക് അവിടെ ഇന്ന കടയിൽ ഇന്ന സാധനം മേടിച്ചോണ്ട് വരണമെന്ന് പ്ലാൻ ഇട്ടിട്ടായിരിക്കും ശബരിമലയിൽ പോകും. കർമ്മേന്ദ്രിയങ്ങളെ പിടിച്ചതുകൊണ്ട് കാര്യമില്ല, മനസ്സിലും വേണം നിയന്ത്രണം. ഇല്ലെങ്കിലോ നമ്മൾ മിഥ്യാചാരനാണ്. ഇനിയോ ഇതിനേക്കാൾ ഭേദം എന്താണ്? ഇതും കൂടെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ നിർത്തും. ഈ മിഥ്യാചാരനാകുന്നതിനേക്കാൾ ഭേദം എന്താണ്? തീർച്ചയായിട്ടും ഭേദം ആരാണോ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ചെയ്യിക്കുന്നത്, അവൻ വിശിഷ്ടനാണ്. അതായത് തന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളെ ചെയ്യാതെ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചടക്കി ഇന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്ന രീതിയിൽ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് ഈ ലോകത്തിനെ മുഴുവൻ അതിനെ കണ്ടുകൊണ്ട് അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ മിഥ്യാചാരനാണ്. അതിനേക്കാൾ ഭേദമാണ്
ആര്? ഈ ലോകത്തിൽ മുഴുവൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ വിഷയങ്ങളിൽ കൂടെ കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഉറപ്പുണ്ട്, മനസ്സുകൊണ്ട് കൃത്യമായി ഉറപ്പുണ്ട്. അങ്ങനെ ഉറപ്പോടുകൂടി ഈ ലോകത്തിൽ ഇടപെടുന്ന ആള്, ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന കർമ്മം കർമ്മയോഗ ഭാവത്തിൽ അനുഷ്ഠിക്കുന്ന ആള്, അയാള് വിശിഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലും പറയാമോ? ഗൃഹസ്ഥന്മാര് ഇങ്ങനെ ആകണം എന്നാണ് വെപ്പ്. ഇത് ഗൃഹസ്ഥനോടുള്ള പ്രത്യേക ഉപദേശങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കാറുണ്ട്. എന്താണ്? ഗൃഹസ്ഥൻ ചിലപ്പോൾ ഒരു സന്യാസിയെ പോലെ അല്ല. സന്യാസിയാണോ ഗൃഹസ്ഥനാണോ വലുത്, അല്ലെങ്കിൽ മികച്ചതാരാ? പ്രശ്നമായോ ചോദ്യം? സന്യാസിയാണോ ഗൃഹസ്ഥനാണോ മികച്ചത്? രണ്ടുപേരുടെ രീതിയിൽ മികച്ച കാര്യം ആ വഴിയിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ സാധാരണ നമ്മൾ ആരെയാണ് ബഹുമാനിക്കുക? തീർച്ചയായിട്ടും നമ്മളൊരു സന്യാസിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥന്മാര് ബഹുമാനിക്കണം എന്നാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ബ്രഹ്മചാരിയെ പറ്റില്ല, സന്യാസിയെ പറ്റി പറയാം. ഓക്കെ. പക്ഷെ ഇവിടെ ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൂച്ച സന്യാസി എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനേക്കാൾ ഭേദമാണ് എന്ത്? സ്വന്തം ധർമ്മം കർമ്മയോഗ ഭാവത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ചിലപ്പോഴേ ഈ അമ്മമാരൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് 5 ദിവസത്തെ പ്രഭാഷണമൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ദിവസം ഒന്ന് വന്നിട്ട് അവരോട് പറയും, സ്വാമിജി ഈ ക്ലാസ്സിന് വരണം എന്നെല്ലാം വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ. പക്ഷെ എന്താ, വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് പറ്റില്ല. വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് പറ്റില്ല. അത് വീട്ടിലെ ഒരപ്പൂപ്പനുണ്ട് ഒരു അമ്മൂമ്മയുണ്ട്, ഇവർ രണ്ടുപേരും വയ്യാതെ കിടക്കാം. അവരെ നോക്കേണ്ടത് എന്റെ ജോലിയാണ്. ഇന്ന് ഈ ഉദ്ഘാടന ദിവസം ആയത് കാരണം തല കാണിച്ചേച്ച് പോകാലോ എന്ന് വിചാരിച്ചാൽ എനിക്കൊന്നും ഇത് പഠിക്കാനേ ഒരു യോഗമില്ല എന്ന് തോന്നി. എന്ത് ചെയ്യണം സമയം തന്നെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ എപ്പോഴും കേൾക്കുന്ന അമ്മമാരങ്ങനെ പരാതി പറയാറുണ്ട്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നത് അല്ല. ആലോചിച്ചു, ഇവിടെ ഭഗവത്ഗീത ക്ലാസ്സിന് വന്നിരുന്നിട്ട് അവിടെ ഇരിപ്പുണ്ട്, ഇടക്കിടക്ക് നോട്ട് എഴുതുന്നവർക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ചിന്ത വേറെ എന്തെങ്കിലും ആണ്. അങ്ങനെയുള്ളവരെക്കാൾ ഭേദമാണ് എന്താണ്, കൃത്യമായിട്ട് തൻ്റെ ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്ന. ചിലപ്പോൾ ഇവിടെ വരാൻ പറ്റിയെന്ന് അറിയില്ല, നമ്മുടെ ഈ ക്ലാസ്സിനെ പറ്റില്ല. മൊത്തത്തിൽ ചില ആൾക്കാർ പറയാമല്ലോ, അമ്പലത്തിലൊക്കെ എത്ര വലിയ ഉത്സവവും അല്ലെങ്കിൽ മറ്റേ പുനഃപ്രതിഷ്ഠാ ചടങ്ങും വലിയ കാര്യം, എനിക്കിന്നൊന്നും പോയി തൊഴാൻ പറ്റുന്നില്ല. കാര്യം എന്നാ, വീട്ടിലിങ്ങനെ 2-3 പേരുണ്ടേ. അത് ചെയ്യുന്നതാണ്. ഞാൻ അതിന്റെ അർത്ഥം അമ്പലത്തിൽ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല, തെറ്റിദ്ധരിക്കരുത്. അവിടെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ കപ്പലിൽ മേടിച്ച് നിൽക്കുകയും വേറെ കാര്യങ്ങളൊന്നും, അമ്പലത്തിൽ നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ അമ്പലത്തിൽ പോയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ചെയ്യാതെ വേറെ കാര്യങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാൾ ഭേദമാണ് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത്. ഏകദേശം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഉദാഹരണം മനസ്സിലായി എന്ന് വിചാരിക്കും. ഇവിടെ ഒരു ഗൃഹസ്ഥൻ അയാളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടെ കടന്നു പോവാണ്. എന്താണ്, പൈസ സമ്പാദിക്കുന്നുണ്ട്, അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വേറെ പല 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 കാര്യങ്ങളിൽ കൂടെ ഈ ലോകത്തിൽ അയാൾ തന്റെ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അയാളത് എന്താണ്, ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗ ഭാവത്തില് വേണ്ട നിയന്ത്രണത്തോടു കൂടിയാണ്, വേണ്ട പിടിപ്പോടുകൂടി ഉറപ്പോടുകൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചടക്കി കണ്ണടച്ച് എവിടെങ്കിലും പോയി ഇരുന്ന് നമ്മള് സമാധാനത്തിൽ ഇരിക്കുന്നു എന്ന് പുറത്തുനിന്ന് നോക്കിയാലും പക്ഷെ മനസ്സുകൊണ്ട് ഈ ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കാൾ ഭേദം മികച്ചതാണ്. സ്വാമി, പല ആൾക്കാർ പറയും എനിക്ക് ഈ ഒരു വഴി ലൈൻ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല. എനിക്ക് സാന്ദീപനിയിൽ പോകണം, സന്യാസിയാകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം, പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല. അപ്പോഴത്തെ ഒരു പ്രാരബ്ധമൊക്കെ കാരണം എന്താണ്, എനിക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ. പിന്നെന്ത് പറ്റി, കല്യാണം കഴിച്ചു, 2 കുട്ടികളായി, എന്ത് ചെയ്യുന്ന ഒരു കുഴപ്പമില്ലല്ലോ. കാരണം നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കി
ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ടടക്കി ആസക്തി കൂടാതെ കർമ്മയോഗ ഭാവത്തിൽ ഈ കർമ്മം ചെയ്യുന്ന ആള് നേരത്തെ പറഞ്ഞ മിഥ്യാചാരനേക്കാൾ മികച്ചത്. ഇതാണ് പോയിന്റ്. അപ്പം അർജുനന്റെ കൺഫ്യൂഷനെ ഇല്ലാതെ, അല്ലെങ്കിൽ അർജുനന്റെ കൺഫ്യൂഷൻ എന്തായിരുന്നു? പണിയൊന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ മോക്ഷമാണ്, അതുകൊണ്ട് എന്താ ഞാൻ ഗാന്ധിയം താഴെ ഇട്ടു, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. അല്ലല്ല, അവിദ്യയില്ലാതെ കാമമില്ലാതെ കർമ്മമില്ലാതാകുമ്പോഴാണ് നൈഷ്കർമ്മ്യമാകുക. അല്ലെങ്കിൽ ഓരോ ക്ഷണവും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് നമ്മൾ ചില തെറ്റിദ്ധാരണയും കാണിക്കും. എന്താണ്? ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയിട്ട് മനസ്സുകൊണ്ട് ഓടി നടക്കും. അത് കള്ളത്തരാണ്, പൊട്ടത്തരാണ്. അതിനേക്കാൾ ഭേദം എന്താണ്? മനസ്സുകൊണ്ട് നിയന്ത്രണത്തോടുകൂടി ഈ ഒരു ലോകത്തില് കൃത്യമായിട്ട് കർമ്മയോഗ ഭാവത്തിൽ ഇടപെട്ട് പണിയെടുക്കുന്നതാണ് നേരത്തെ പറഞ്ഞതിനേക്കാൾ ഭേദം എന്ന് മനസ്സിലാക്കുക. കർമ്മയോഗ ഭാവത്തിൽ കർമ്മം ചെയ്യാനാ പറഞ്ഞത്. എങ്ങനെയാ കർമ്മയോഗ ഭാവത്തിൽ കർമ്മം ചെയ്യേണ്ടത്? എന്താ കർമ്മയോഗം? ഈശ്വരാർപ്പണ ബുദ്ധി പ്ലസ് പ്രസാദ ബുദ്ധി എന്നെല്ലാം ഉണ്ടല്ലോ. ഈ അധ്യായത്തില് കർമ്മയോഗം എന്താണെന്ന് വേറൊരു രീതിയിൽ കൂടെ കാണിച്ചു. ഈശ്വരാർപ്പണ ബുദ്ധി പ്രസാദ ബുദ്ധി തന്നെയാണ് പറയുക, പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഇത്തിരി വ്യത്യാസമാണ്. അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അർജുനൻ പേഴ്സണലി ചെയ്യേണ്ടതും പിന്നെ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അർജുനൻ എന്നോട് ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയാ അനഘ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. അനഘ പാപമില്ലാത്തവനെ. അർജുൻ ഇപ്പം ഉള്ളിൽ ആ സ്വാർത്ഥത ഉള്ളത് കൊണ്ട്, പാപമുള്ളത് കൊണ്ടാണ് ഈ സംശയങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നീ ചെയ്യാൻ പോകുന്ന കർമ്മയോഗം കൊണ്ട് അതിന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതെയാക്കാൻ പോവാണേ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഭഗവാൻ അർജുനെ പാപമില്ലാത്തവനെ എന്ന് വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അനഘന്മാരാകണമെന്നാണ്. എങ്ങനെയാ നമുക്ക് അനഘനാകാൻ പറ്റുക? ഈ കർമ്മയോഗത്തിൽ കൂടെ നമ്മുടെ ഉള്ളിലെ മല ഇത്യാദി കാര്യങ്ങളെ ഇല്ലാതെയാകും. അതെങ്ങനെ ആക്കാൻ പറ്റുക? എന്താ കർമ്മയോഗം? അത് നമ്മൾ അടുത്ത ആഴ്ച കാണും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണും. ഒരു കാര്യമുള്ളത്, ഞാൻ സ്ഥിരമായിട്ട് ഇനി മെസ്സേജ് അയക്കുന്നില്ലായിരിക്കും. എല്ലാ ബുധനാഴ്ചയും അതേപോലെ വെള്ളിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ് ഇല്ലാത്തപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലാസ് ഇല്ലാത്ത അപ്പോൾ മാത്രമേ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളൊരു ക്വിസ് മത്സരം നടത്തുന്നുണ്ട്, ചിന്മയ ഫാമിലി ക്വിസ് എന്നുള്ള പേരിൽ. ഓക്കെ, അപ്പം അതിൽ ചിന്മയാനന്ദ സ്വാമിജിയുടെ ജീവചരിത്രം, അല്ലെങ്കിൽ സ്വാമിജിയുടെ ആ കർമ്മമണ്ഡലത്തിനെ പറ്റിയും ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ പറ്റിയും സനാതന ധർമ്മത്തിനെ പറ്റിയുമാണ് ഈ ക്വിസ് നടത്തുക. അപ്പൊ അതിന് സൗജന്യമായിട്ടുള്ള ക്വിസാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കുക. അപ്പൊ ഇതിന് ഒരു റെഫറൻസ് ഒരു സിനിമയാണ്. ആദ്യം ഒരു സിനിമ കണ്ടിട്ടാണ് ആ സിനിമയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരു സിനിമ ചിന്മയാനന്ദ സ്വാമിയെ പറ്റിയിട്ടുള്ള സിനിമയാണ്. അത് മാത്രമല്ല, 60% മാത്രമേ ആ ഒരു ഇത് വരുള്ളൂ. എങ്കിൽ കൂടി ആ ഒരു ക്വിസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന്റെ ലിങ്ക് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാനത് അയച്ചു തരുന്നതായിരിക്കും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.